മക്കയുടെ ചൂടിൽ നിന്നും മരുഭൂമിയിലെ വിശാലതയിലേക്കായിരുന്നു ആ കുഞ്ഞിന്റെ അടുത്ത യാത്ര. അക്കാലത്ത് മക്കയിലെ കുലീന കുടുംബങ്ങളിലെ ഒരു പതിവുണ്ടായിരുന്നു, തങ്ങളുടെ കുഞ്ഞുങ്ങളെ ശൈശവകാലത്ത് മരുഭൂമിയിലെ ഗോത്രങ്ങളിൽ വളർത്തുക. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി മരുഭൂമിയിലെ ശുദ്ധവായു ശ്വസിക്കാനും തനിമയാർന്ന അറബി ഭാഷ പഠിക്കാനും വേണ്ടിയായിരുന്നു ആ രീതി. ബനു സഅദ് ഗോത്രത്തിലെ ഹലീമ ബീവി ആ പുണ്യബാലനെ ഏറ്റെടുക്കുന്നത്. ദാരിദ്ര്യം തളർത്തിയ ഹലീമയുടെ കുടുംബത്തിലേക്ക് ആ കുഞ്ഞ് കാലെടുത്തു വെച്ച നിമിഷം മുതലേ ചരിത്രം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അവരുടെ ആട് പാലാൽ നിറഞ്ഞു, മെലിഞ്ഞുണങ്ങിയ ആടുകൾ കരുത്താർജിച്ചു. തൻ്റെ വീട്ടിലെത്തിയ കുഞ്ഞ് കേവലം ഒരു അനാഥനല്ല, മറിച്ച് പടച്ചവന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചവനാണെന്ന് ഹലീമ ബീവി തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അത്. 5 വർഷത്തോളം മരുഭൂമിയുടെ കാഠിന്യത്തിലും ലാളിത്യത്തിലുമായി ആ കുഞ്ഞ് വളർന്നു. ആടിനെ മേയിച്ചും പ്രകൃതിയെ നിരീക്ഷിച്ചും കഴിഞ്ഞ ആ കാലം വരാനിരിക്കുന്ന ഒരു ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പായിരുന്നു. മണലാരണ്യത്തിലെ ആ ശുദ്ധവായു ആ ബാലന് നൽകിയത് കരുത്തറ്റ ശരീരവും തെളിമയാർന്ന ചിന്തകളുമായിരുന്നു.